24 വെട്ടല്ല, ഇനി 51 വെട്ട് വെട്ടിയാലും സിനിമ പറയുന്ന രാഷ്ട്രീയം ഇല്ലാതാവുന്നില്ല. സംഖ്യകളെ എടുത്ത് ആകാശത്ത് പറത്തി വിട്ടു എന്ന് പറഞ്ഞാലും പോരാ. അമ്മാതിരി പറത്തല്. ക്ലബ് ഹൗസിലൊക്കെ ഇരുന്ന് എല്ലാരും കിടന്ന് കരയാണ്. അയ്യോ! എന്റെ ലാലേട്ടൻ അങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട്. ഇതിലും വലിയ കോമഡി വല്ലതും ഉണ്ടാ? ന്റെ അതില് 2 ദിവസം മുമ്പ് മേജർ രവി വന്നിട്ട് ഒരു പ്രസ്താവനയൊക്കെ ഇറക്കി. എന്റെ ലാലേട്ടനൊന്നും കണ്ടിട്ടില്ല. എന്റെ ലാലേട്ടനൊന്നും അറിഞ്ഞിട്ടില്ല. ലാലേട്ടൻ അറിഞ്ഞുകൊണ്ട് ഇങ്ങനൊന്നും ചെയ്യത്തില്ല. അതിപ്പോ പൊളിഞ്ഞ്. മോഹൻലാലിന്റെ സുഹൃത്തായ മേജർ രവി വന്ന് ഇറക്കിയ പ്രസ്താവന പാടെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ആന്റണി പെരുമ്പാവൂർ വന്ന് പറയാണ്. മോഹൻലാലും എല്ലാവരും അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ പടം ഇറക്കിയിരിക്കുന്നത്. അല്ലാതെ ഒരാളറിയാതെ ഒരു സിനിമ അല്ലെങ്കിൽ അതിന്റെ പ്രിവ്യൂ കാണാതെ പുറത്തിറങ്ങുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. അപ്പം ഈ മേജർ രവിയുടെ പിന്നിൽ ആരായിരുന്നു? അല്ലെങ്കിൽ മേജർ രവിക്ക് ഇങ്ങനെ സ്വയം തോന്നിയതാണോ എന്നുള്ളതൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ കേരളം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ആരെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു, അല്ലെങ്കിൽ ആരുടെ അഭിപ്രായ പ്രകാരമായിരുന്നു പൃഥ്വിരാജിനെ ആൾക്കൂട്ടത്തിന്റെ നടുവിലേക്ക് എറിഞ്ഞു കൊടുത്തത് മേജർ രവി? അത് വളരെ വ്യക്തമായിട്ട് ഞാൻ പലപ്പോഴും തോന്നുന്നുണ്ട്, ഈ പൃഥ്വിരാജിന് എവിടുന്നാണ് ഇത്രയധികം ആ ഒരു ഗട്ട്സും അഹങ്കാരവും അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസവും അങ്ങനെയൊക്കെ പറയത്തില്ല, ആ ഒരു കോൺഫിഡൻസ് എവിടുന്നാണെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. മല്ലിക സുകുമാരൻ പുള്ളിയുടെ അമ്മയായതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം വേറൊന്നല്ല, അതിശക്തമായ രീതിയിൽ പുള്ളി വന്ന് മല്ലിക സുകുമാരൻ വന്നിട്ട് ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇടുകയും ചെയ്തു. ന്യൂസ് ചാനലിൽ വിളിച്ചിട്ട് ഒരു ഡിബേറ്റിനിടയ്ക്ക് വിളിച്ചതാണ്. വിളിച്ചപ്പോൾ മല്ലിക സുകുമാരൻ പറഞ്ഞ ഡയലോഗുണ്ട്, സംഘികളെയും അല്ലെങ്കിൽ RSSനെയും BJPയും കാട്ടി എന്നെ വരട്ടാതെ മക്കളെ, ഞാനതൊക്കെ കുറേ കണ്ടിട്ടുള്ളതാ. പുള്ളി ഒരു കോൺഗ്രസ്സുകാരിയാണെന്നാണ് പുള്ളി പറഞ്ഞത്. കരുണാകരൻ എൻ്റെ ഗുരുതുല്യനായൊരു ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി പറഞ്ഞത്. പക്ഷേ ആ ഒരു ഗട്ട്സ്, അതേ ഗട്ട്സും അല്ലെങ്കിൽ അതേ ഒരു ആറ്റിറ്റ്യൂഡാണ് പൃഥ്വിരാജും പല സ്ഥലങ്ങൾ അല്ലെ പല ഇൻ്റർവ്യൂസിലും പ്രകടിപ്പിക്കുന്നതും. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ഇന്ത്യ കണ്ടൊരു സ്റ്റാറായിട്ട് മാറിയത്. 51 വെട്ട് വെട്ടിയാലും പടം പറയുന്ന രാഷ്ട്രീയം മാറില്ല എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ആ പടത്തിന്റെ കോറ് അതാണ്. അങ്ങനെയുള്ള ഒരു സിനിമ 24 വെട്ട് വെട്ടി, ഇനി 35 വെട്ട് വെട്ടി, 45 വെട്ട് വെട്ടി, പടം എടുത്തു കളയേണ്ടി വരും. എന്നാൽ മാത്രമേ ചിലപ്പോൾ അത് പോകത്തുള്ളൂ. സുരേഷ് ഗോപിയുടെ പേരിലുണ്ടായിരുന്ന നന്ദി ഉണ്ടല്ലോ, പടം തുടങ്ങുമ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് നന്ദി എന്ന് പറഞ്ഞിട്ടൊരു ടൈറ്റിൽ കാർഡ് ഇടുന്നുണ്ട്. ആ ടൈറ്റിൽ കാർഡ് ആദ്യം വെട്ടുമാറ്റിയത്, അത് വെട്ടിമാറ്റിയത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല. സുരേഷ് ഗോപി ഒരു ഇന്റർവ്യൂ ആണ്, സോറി, പത്രക്കാരുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, ഇതൊക്കെ സ്ക്രൂ ചെയ്ത് കയറ്റിയതാണ്, സ്ക്രൂ ചെയ്ത ആളുകളെ കയറ്റാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ വിവാദമാണ്. ഇവർ തന്നെയാണ് സിനിമ വെട്ടണം എന്ന് പറഞ്ഞ് സെൻസർ ബോർഡിൻ്റെ അടുത്ത് പോയി പറഞ്ഞ് വെട്ടിച്ചത്, അല്ലാതെ ഇവിടെ BJPയോ അല്ലെങ്കിൽ ഇവരുടെ രാഷ്ട്രീയ കക്ഷികളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഞങ്ങൾ സമ്മർദ്ദം പുലർത്തിയിട്ടില്ല എന്നൊക്കെയാണ് ഈ പുള്ളിക്കാരൻ BJP കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി എന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെ സംഘപുത്രന്മാരും എല്ലാവരും, അതായത് ഒരു ചെറിയൊരു കാര്യം മതി എല്ലാം പൊളിഞ്ഞടുങ്ങാന്നുള്ള ഒരു ഇതുണ്ടല്ലോ. അതായത് ഇന്നലെ വരെ മോഹൻലാലിനെ പൊക്കിക്കൊണ്ട് നടന്ന ആൾക്കാർ, അതായത് BJP രാഷ്ട്രീയം പേറുന്ന ആളുകൾ, സംഘി രാഷ്ട്രീയം പേറുന്ന ആളുകൾ ഇന്ന് മോഹൻലാലിനെ എടുത്തിട്ട് അലക്കുന്നൊരവസ്ഥയിലേക്ക് വന്നു. ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം എന്താണ്, അങ്ങനെ ഇങ്ങനെ തെറി പറയുന്നില്ലെന്നേ ഉള്ളൂ. പിന്നെ രാജപ്പൻ എന്നുള്ള വിളിയൊക്കെ പൃഥ്വിരാജിൻ്റെ കരിയർ ആരംഭിച്ച കാലം മുതൽ കേൾക്കുന്നതാണ്. പക്ഷെ എന്തൊക്കെ തന്നെ ആയാലും പടം ഹൈപ്പിനനുസരിച്ച്, അതായത് ആവറേജ് സിനിമയായിട്ട് അവസാനിക്കേണ്ടിയിരുന്ന ഒരു സിനിമ ഇന്നൊരു സൂപ്പർ ഹിറ്റും മെഗാ ഹിറ്റിന് മേലെ എന്തെങ്കിലും വാക്കുണ്ടോയെന്ന് അറിയില്ല, ആ ഒരു ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ ചില റിവ്യൂവേഴ്സിൻ്റെ വീഡിയോ ഒക്കെ കണ്ടു ഞാൻ. അപ്പോൾ അതിൽ ചില റിവ്യൂവിൽ പറയുന്നത്, ഇപ്പോൾ പ്രശാന്തിൻ്റെയൊക്കെ ഫേമസ് ആയിട്ടുള്ള റിവ്യൂവറാണ് പ്രശാന്ത്. അപ്പോൾ പുള്ളി പറയുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടുന്നു എന്ന് പറഞ്ഞ ആ ഒരു സീനുണ്ടല്ലോ, അത് ഞങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അതിന് ഞങ്ങൾക്ക് വിമർശനമുണ്ട്. പക്ഷെ ഞങ്ങൾ ഒരിക്കലും ആ സിനിമയെ ബാൻ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ആ സിനിമ ഇങ്ങനെ ആക്കണം അങ്ങനെ ആക്കണം എന്നൊന്നും പറയത്തില്ല. ഇഷ്ടപ്പെടാത്ത ആളുകൾ പോയി കാണണ്ടെന്നേ ഞാനതാ പറയണേ. പടം ഇഷ്ടപ്പെടാത്ത ആളുകൾ പോയി കാണേണ്ട ആവശ്യമില്ല. പടം കാണണം താല്പര്യമുള്ള ആൾക്കാർ പോയി കാണട്ടെ. പ്രസംഗങ്ങളിലൂടെയൊക്കെ മാത്രം കേട്ടിട്ടുള്ള ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് ഇന്നത്തെ തലമുറയ്ക്ക് എത്രത്തോളം അറിയത്തില്ല. അത് ചർച്ച ചെയ്യാനും, അല്ലെങ്കിൽ ഇത് എന്ത് പറഞ്ഞാലും ഞങ്ങളെയാണ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഞങ്ങളെയാണ് പറഞ്ഞിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ വന്നിട്ട് അവകാശപ്പെട്ട് അത് വലിയ രീതിയിലാക്കി മാറ്റി. ഗുജറാത്ത് കലാപം എന്താണെന്ന് അറിയാത്ത ആളുകൾ
അതെന്താണെന്ന് മനസ്സിലാകാത്ത ആളുകൾ അതിപ്പോൾ ചർച്ച ചെയ്യാൻ തുടങ്ങി. അതിനെക്കുറിച്ചുള്ള വീഡിയോസ് യൂട്യൂബിൽ വരാൻ തുടങ്ങി. ഓരോ വ്ളോഗർമാർ അത് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. എന്തായാലും ശരിക്കും ഇത് ഇവർ തന്നെ ഇവരുടെ കുഴി തോണ്ടിയ പോലത്തെ ഒരു അവസ്ഥയായി. ഇനി ഇവർക്ക് ഇവിടെ ഭാവി ഉണ്ടോയെന്നും അതേപോലെ സിനിമ എത്രത്തോളം കളക്ട് ചെയ്യുന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ അറിയാം. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു. ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.